லாஜிக் சுத்தமாக இருக்காது, அப்படி பறக்கிற சீன் அந்த மாதிரி தான் இருக்கும். ஸோ அது தெரிஞ்சு வந்தீங்கன்னா ஓகே. கமர்ஷியல் படம்னா இப்படி தான் இருக்கும், ஓவர் ஆக்டிங் தான் இருக்கும். ചില ഫൈറ്റ് സീൻ കാണുമ്പോഴത്തേക്കിന് രണ്ട് കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അത് കാണുമ്പോൾ സ്പൈഡർമാൻ അല്ല സൂപ്പർമാൻ ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. കുഞ്ഞെന്ത് പറയുന്നു എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ക്രിഞ്ചാവും. അപരാധം. ഇവൻ ഇങ്ങനെ പലതും പറയും, കാരണം രാം ചരൺ ഫാനാണ്. ഞാൻ അതൊന്നും അല്ല ചേട്ടാ, ഞാൻ വിജയ് ഫാൻ. ബാക്കി നിങ്ങൾക്കൊക്കെ പൂരിപ്പിക്കുക എന്തായാലും. കൊള്ളാം കൊള്ളാം. എന്നാലും കൊള്ളാം, സൂപ്പർ ആണ്. കുഴപ്പമില്ല, നല്ലടാ. അടിപൊളി 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 സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഒരു സമയം നന്നായിട്ടുണ്ട്. പൊളി പടം, ഇഷ്ടമായി. കൊള്ളാം കൊള്ളാം. അവസാനത്തെ അടിയൊക്കെ നല്ല ഇതുണ്ട്, ഇഷ്ടമായി, കൊള്ളാം. വെറൈറ്റിയാണ്. ബാക്കി നിങ്ങൾക്കൊക്കെ പൂരിപ്പിക്കുക എന്തായാലും. പടം കുഴപ്പമില്ല, കണ്ടിരിക്കുക. പിന്നെ ക്ലൈമാക്സ് ഇത്തിരി അലമ്പായിപ്പോയി. പടമൊക്കെ കൊള്ളായിരുന്നു, ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു ചേട്ടാ. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ഒരു ഇതാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല നെഗറ്റീവ് ഒന്നുമില്ല ചേട്ടാ, ഒരു മാക്സിമം ഉള്ള ബേസിക്കായിട്ട് ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ട് എടുത്തു. മൂന്നാം ഭാഗത്തിന് ഉള്ള ഒരു ഇതില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. ബേസിക് ഞാൻ അല്ലു അർജുൻ ഫാനാണ്. അടിപൊളി പടം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ അധികം അല്ലു അർജുൻ്റെ ചില സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ പുഷ്പ 1 കൊള്ളായിരുന്നു, അതിൻ്റെ അത്ര പോലും ഇത് വന്നിട്ടില്ല. എനിക്ക് പുഷ്പ 1 ഇഷ്ടപ്പെട്ടിട്ടില്ല, സെക്കൻഡാണ് ഇഷ്ടപ്പെട്ടത്. ഇവൻ ഇങ്ങനെ പലതും പറയും, കാരണം രാം ചരൺ ഫാനാണ്. ഞാൻ അതൊന്നും അല്ല ചേട്ടാ, ഞാൻ വിജയ് ഫാനാണ്, തളപതി ഫാനാണ്. അപരാധം. കൊള്ളത്തില്ല കൊള്ളത്തില്ല, അത് ഒരുമാതിരി ക്രിഞ്ച് പടം. വയ്യ, സത്യമായിട്ട് വയ്യ. അവസാനം ശ്രീവല്ലിയുടെ അടുത്ത് ഒരു ഡയലോഗ് അടിക്കും, കുഞ്ഞെന്ത് പറയുന്നു എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ക്രിഞ്ചാവും, മൊത്തം ക്രിഞ്ചാ. സമയം കളയാനാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഒരു 3 മണിക്കൂർ ചുമ്മാ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. அது உங்களுக்கு 1 பார்த்துருப்பீங்கல்ல, 1 உங்களுக்கு அந்த எலமெண்ட்ஸில் பிடிச்சா 2 பிடிக்கும். அதோடய கொஞ்சம் ஓவராக தான் இருக்கும் கமர்ஷியல் எலமெண்ட்ஸ்லாம். அது ஒரு படத்துக்கும் நம்ம எந்த மைண்ட் செட்டோட போகிறோம் அப்படின்றத. புஷ்பானா அதுக்கேற்ற மைண்ட் செட்டோட தான் வரணும். பயங்கர கமர்ஷியலாக இருக்கும், லாஜிக் சுத்தமாக இருக்காது, அப்படி பறக்கிற சீன் அந்த மாதிரி தான் இருக்கும். ஸோ அது தெரிஞ்சு வந்தீங்கன்னா ஓகே. இல்லை அது ஃபாஸ்ட்டாக தான் போச்சு டியூரேஷன் பொறுத்த வரைக்கும். 3 hours போனதே தெரில. பட் புஷ்பா 1 பிடிக்கலன்னா புஷ்பா 2 வர வேணாம், பிடிச்சா மட்டும் வாங்க. புஷ்பா 1 இன்னும் கொஞ்சம் ஓவராக தான் இருக்குது எல்லாம் கமர்ஷியல் எலமெண்ட்ஸ் எல்லாம். ആക്ടിംഗ്லாம் ഓക്കെ, കമേഴ്ഷ്യൽ പടം இப்படி தான் இருக்கும், ഓവർ ആക്ടിംഗ് தான் இருக்கும். കുഴപ്പമില്ല, അത്ര തന്നെ. മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പക്കാ തെലുങ്ക് എൻ്റർടൈൻമെൻറ്റ് ഫിലിം അങ്ങനെ വിചാരിച്ച് തന്നെ പോകണം. അല്ല മലയാളികൾക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത ലോജിക്ക് പറയാൻ കളയണം, ഫിസിക്സ് കളയണം. അതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ പക്ക മാസമായിട്ട് ചിരിച്ച് വൈബായിട്ട് എൻ്റർടൈൻ ചെയ്ത് വരാം, അത്ര തന്നെ. ആവശ്യത്തിനുണ്ട്, അത്രയ്ക്കൊന്നുമില്ല. പോകുമ്പോൾ അങ്ങനെ പോകും, പക്ഷേ തിരിച്ച് വരുമ്പോൾ ചിരിച്ച് കളയണം, അത്രേ ഉള്ളൂ. അല്ല ലോജിക്ക് ഒന്ന് ഡൈവ് ചെയ്ത് ആരും അപ്ലൈ ചെയ്യില്ല, അത്രേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഫസ്റ്റിൻ്റെ അത്ര വെച്ച് നോക്കുമ്പോൾ പോരാ, കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റിൻ്റെ അത്ര വെച്ച് പോരാ. ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്, അനാവശ്യ സീനുകളും ഉണ്ട്. പുഷ്പ കൊള്ളാം, നൈസ് സിനിമയാണ്, പക്ഷേ ഒരു സുഖമില്ല ചേട്ടാ. തെലുങ്കോടെ ആയതുകൊണ്ട് നമ്മൾ ആ രീതി എക്സ്പെക്ട് ചെയ്ത പടം കാണാൻ പോവുള്ളൂ. അപ്പം മലയാളികൾക്ക് വേണ്ടി വേറെ പടം അങ്ങനെ ചെയ്ത് അങ്ങനെ കാണാൻ പോലെ തെലുങ്ക് പടത്തിന് വേണ്ടി മാത്രം ചെയ്ത സിനിമ. അവരുടെ മാസ് കാണിക്കാൻ, കുറച്ചിൻ്റെ മാസ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പടം. പുഷ്പ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സിനിമയാണ്. പക്ഷേ കുറച്ചും കൂടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് മൂന്നാമത്തെ പാർട്ട് കുറച്ചും കൂടെ നൈസാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ കൊണ്ടുവരാം, നമുക്ക് ബിൽഡപ്പ് കൊണ്ടുവരാം. പക്ഷേ ഇടിയൊക്കെ ഒരു സുഖമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറ്റേ കയർ വെച്ച് കൊണ്ടുവന്ന സീനാണ്, അങ്ങനെയൊക്കെയാണ്. നെഗറ്റീവായിട്ട് വല്ലതും തോന്നി കഴിഞ്ഞാൽ ഫുൾ നെഗറ്റീവാണ്, കൂടുതൽ നെഗറ്റീവ് തന്നെയാണ്. എന്നാലും തേർഡായിട്ട് കുറച്ചും കൂടെ സെറ്റാക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭയങ്കര ഫൈറ്റ് സീനൊക്കെ ഒരുമാതിരി ഓവർ മസാലയായിട്ട് ഫീൽ ചെയ്യും ഉണ്ടായിരുന്നു. ചില ഫൈറ്റ് സീൻ കാണുമ്പോഴത്തേക്കിന് രണ്ട് കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അത് കാണുമ്പോൾ സ്പൈഡർമാൻ അല്ല സൂപ്പർമാൻ ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. ഈ ലെങ്തും ആ ഫൈറ്റ് സീനും ചില ലോജിക്കൽ മിസ്റ്റേക്കൊക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു.